എന്നീ തരുണത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങ് കർണാടകയുടെ സമീപത്ത് ഹോസ്പിറ്റലിൽ കഴിയുന്ന മൈദനി, പുറത്ത് നിൽക്കുന്ന മൈദനി, ആ മൈദനിയോട് അടുത്ത് നിന്നുകൊണ്ട് മാനസികമായി അടുത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുകയാ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. പരലോകത്തിൽ പ്രതിഫലം കിട്ടും. പ്രവാചകന്മാർ ജയിലിൽ കിടന്നിട്ടുണ്ട്, അമ്പിയാക്കന്മാർ ജയിലിൽ കിടന്നിട്ടുണ്ട്, ഔലിയാക്കന്മാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ പോയെന്ന് വിചാരിച്ച് ആൾ നരകത്തിൽ പോകുന്നു, അയാൾക്ക് എന്തോ വലിയ മുസീബത്ത് വന്നെന്നോ അദ്ദേഹത്തിന് എന്തോ വലിയ പരീക്ഷണമായി പോയെന്നോ ആരും പറയണ്ട. അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അല്ല, ഇമാമിങ്ങളെ ജയിലിൽ പോയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്, ഇതിനേക്കാളും വലിയ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്. അല്ലാഹു പരലോകത്തേക്കുള്ളൊരു മുതൽക്കൂട്ടാക്കി ആ പാവപ്പെട്ട മൈദനി ഇത്രയും നാൾ അനുഭവിച്ച ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയുള്ള സമയം ആ ജയിലിന്റെ അഴികൾക്കുള്ളിൽ അകപ്പെട്ടുപോയി. അല്ലാഹു അതിനൊക്കെ നീ പകരം കൊടുക്കണേ അല്ലാഹ്. ഉറച്ചാമി വരുന്ന മകൾ ദേഷ്യമുണ്ടോ? ഉറച്ചാമി അല്ലാഹുവേ നീ പകരം കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണമായ രോഗശമനം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കണ്ണിന്റെ കാഴ്ചശക്തി നീ തിരിച്ചു കിട്ടൂല. നിങ്ങൾ അറിഞ്ഞതാ റിപ്പോർട്ട്. ആ കണ്ണ് എന്തിനു വേണ്ടി കൊടുത്തു? ദീനിന് വേണ്ടി കൊടുത്തു. നാളെ മൈദനി പറയും അല്ലെ, റബ്ബിന്റെ മുമ്പിൽ പറയും, പടച്ചവനെ ഞാൻ ഇന്നത് കൊണ്ട് പറഞ്ഞതാ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാ എന്റെ വാളുകൊണ്ട് വെട്ടുകൊണ്ട് ബോംബ് വീണ കാലുമായതിനിക്ക് വേണ്ടി നാളെ വരൂല്ലേ മക്കളെ? കാഴ്ച നഷ്ടപ്പെട്ട കണ്ണു വരൂല്ല പരലോകത്തിൽ മൈദനി ആര് മാറ്റി നിർത്തിയാലും. ഇവിടെയാണ് ആധികാരികമായിട്ട് അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നയുടെ അജയ്യമായ ശബ്ദം ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് തവല്ലല്ലാഹു അംറഹു മഅ സിഹത്തി വൽ ആഫിയ. ഇത് ഞാൻ പറയുന്ന വാക്കല്ല, മഅദനി പറയുന്ന വാക്ക്. മഅദനിയുടെ ഏറ്റവും അടുത്ത ആളുകൾ, എന്തിനേറെ പറയണം, മൈലക്കാട് പ്രസംഗിച്ച പ്രസംഗം ഞാൻ എടുത്ത് പറയുന്നില്ല. എപി ഉസ്താദ് ചെന്ന് കണ്ടതും എപി ഉസ്താദ് സംസാരിച്ചതും എന്തിനേറെ പറയണം. മഅദനിക്ക് ജാമ്യം കിട്ടുന്നതിന്റെ തലേ ദിവസം പാതിരാ സമയത്ത് 10,000 ദുബൈയിൽ തടിച്ചുകൂടിയ ജനങ്ങളോട് ഇന്റർനാഷണൽ ഖുർആന്റെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട്, ഹോളി ഖുർആനുമായി ബന്ധപ്പെട്ട് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ നാസർ മൈദനിക്ക് വേണ്ടി മലയാളികൾ ഒരുമിച്ച് കൂടിയ ദുബൈയുടെ അറബിയുടെ മണ്ണിൽ 3 തവണ ശൈഖുനാ കാന്തപുരം ഉണ്ടല്ലോ, ആരുടെ കണ്ണിലെ കണ്ണാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശൈഖുനാ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് 3 തവണ ദ്വാരന്നു. 3 തവണ ദ്വാരന്നു. ദൃസാക്ഷികളുണ്ട് സഹോദരന്മാരെ. 3 തവണ ദ്വാരം. അങ്ങനെ സാധാരണക്കാരില്ല. മഅദനിക്ക് മോചനം കൊടുക്കണമെന്ന 3 തവണ ദ്വാരം. അന്നത്തെ പ്രഭാതത്തിൽ, അന്നത്തെ അടുത്ത ദിവസം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഅദനിക്ക് മോചനം. എപി ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ പീഡനങ്ങൾ, അദ്ദേഹം ജാമ്യം കിട്ടാതെ പ്രയാസപ്പെട്ടപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ തന്റെ പ്രിയപ്പെട്ട അനുയായി വൃന്ദത്തോട്, തന്റെ പ്രിയപ്പെട്ട തന്നെ സ്നേഹിക്കുന്ന കൂട്ടത്തോട് പറഞ്ഞെന്താ? ഖസീദത്തുൽ ബുർദയിലാണ് മഅദനിയെ സംബന്ധിച്ചുകൊണ്ട് എപി ഉസ്താദ് പറഞ്ഞെന്താ? ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു ബുർദ ഓതണം, ഒരു ബുർദ എല്ലാവരും ചെല്ലണം. എന്നിട്ട് എപ്പോഴാ മുമ്പ് പ്രയാസം ഉണ്ടായപ്പോൾ ഒരു ഖസീദത്തുൽ ബുർദയിൽ നിങ്ങൾ മഅദനിക്ക് വേണ്ടി ദ്വാരക്കണം. ഓരോ യൂണിറ്റിലും ഖസീദത്തുൽ ബുർദയിൽ മഅദനിക്ക് വേണ്ടി ദ്വാരം.